ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എണീറ്റയും പാട് മുറ്റത്തൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ രാവിലെ ഒരു 7 മണി തൊട്ട് നിർത്താതെ പെയ്യുന്ന മഴയാണ്. ഏകദേശം ഞാൻ എണീക്കാൻ ഒരു 9:30 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റത്തൊക്കെ നോക്കുമ്പോൾ ഏകദേശം വെള്ളം കയറേണ്ട ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം കയറുന്ന ഏരിയ ആണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. അതൊരു മാംഗോവും കുറച്ച് 2-3 പഴമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ വർക്കുകളൊക്കെ എടുത്ത് നന്നാക്കി വെച്ചു കേട്ടോ. ഓരോ വർക്കും ചെക്ക് ചെയ്തുണ്ടോ എന്നുള്ളത്. അതിനുശേഷം എനിക്കിത് നാട്ടിൽ നിന്ന് കൊണ്ടുപോകാനുള്ള വർക്കുകളാണ് കോളേജിലേക്ക്. അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അടുക്കി പെറുക്കി നന്നായിട്ട് വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ അടുക്കളയിലേക്ക് കയറി. അടുക്കള എന്ന് പറയുന്നതാണ് ഇനി അടുത്ത യുദ്ധഭൂമി. അപ്പം കുറച്ച് ചിക്കൻ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പൊക്കെ മഞ്ഞളുടെ വെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കേട്ടോ. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1-2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വിനാഗിരി ഇത്ര വെച്ചിട്ട് നന്നായിട്ട് മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ടോ. അതിനുശേഷം ഉള്ളി നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തു. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനുള്ളൊരു മസാലക്കൂട്ട് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തു. അതിനുശേഷം തക്കാളി നന്നാക്കി കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ ഒരു കുറച്ച് ഉള്ളി കേട്ടോ, അതിൽ നിന്ന് കുറച്ചുള്ളി മാറ്റിയിട്ട് കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം ആ ഒരു ഉള്ളി അതിലേക്ക് ഇടുക. ഉള്ളിയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമ്മളിതിലോട്ട് ബാക്കിയുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഉള്ളി മൊരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിങ് ഈ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഉള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എളുപ്പം കുറച്ചൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇത്തിരി ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം കേട്ടോ. അങ്ങനെ വഴറ്റി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മസാലക്കൂട്ട് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഉള്ളി അതുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് കുറച്ച് മസാലകൾ ഇതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ആ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഇത്തിരി കുരുമുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ മാഗ്നറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടാവുമല്ലോ, ആ ഒരു ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ നന്നായിട്ട് ഉള്ളി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും നമ്മുടെ പുതിനയില ഉണ്ടാവില്ല അതൊക്കെ ഇട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ഡിഷായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്കുള്ള ചോറെടുത്ത് അതിൻ്റെ കൂട്ടത്തിലായിട്ട് നമ്മൾ ഇന്ന് കുറച്ച് നല്ല ചെറിയ ഇതുണ്ടാവുമല്ലോ നമ്മുടെ നത്തല, അത് നല്ലോണം വറ്റിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചമ്മന്തിയും പിന്നെ ഇത്തിരി ചക്കക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചിക്കൻ ഫ്രൈയും കൂടി വെച്ച് അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം പൊളിയായിരുന്നു കേട്ടോ. അത് കഴിച്ചു. അതിനുശേഷം ഞാൻ അമ്മയും കൂടി പുറത്ത് പോകുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പണിക്കാരുള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇറങ്ങി കേട്ടോ. ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല പുല്ലും കാര്യങ്ങളും കേട്ടോ. പേടിച്ചുകൊണ്ടാണ് ഈ ഒരു റൂട്ട് നമ്മൾ കയറിയത്. നമ്മൾ റോഡിലെത്തിയതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. നമ്മളെ വീട്ടിലോട്ട് ഇവിടുന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടോ. എനിക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കാനുള്ളതൊരു ഹോബിയാണ്. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ട് നിന്ന് അങ്ങനെ ഞാനും അമ്മയും കൂടി ഓരോ കഥകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടോ ഏകദേശം അങ്ങനെ നടന്ന് ഞങ്ങൾ ഏകദേശം വീട്ടിൻ്റെ മുൻപിലെത്താനായി. അപ്പോൾ അച്ഛനുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടോ. എത്തിയതിന് ശേഷം വീടൊക്കെ കണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാനും അമ്മയും കൂടി പിന്നെ തിരിച്ച് നടക്കാൻ തുടങ്ങി. കാരണം അമ്മയ്ക്ക് തിരിച്ച് ഷോപ്പിൽ കയറാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ നേരെ തിരിച്ച് ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട് ഞങ്ങളൊന്ന് ജസ്റ്റ് നോക്കി അച്ഛനോട് ടാറ്റ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അമ്മ വേഗത്തിൽ നടക്കുന്നുണ്ട്. കാരണം അമ്മയ്ക്ക് തിരിച്ച് ഷോപ്പിൽ കയറാനുള്ള ടൈം ആക്കി. അപ്പോൾ ഞാൻ വരുന്ന വഴിക്കുണ്ടല്ലോ ആ ഒരു എൻ്റെ കയ്യിലുള്ള ചോക്ലേറ്റ് കഴിച്ചു കേട്ടോ. കഴിച്ചതിന് ശേഷം ഞാൻ ഇറങ്ങിയ ടൈമിൽ ഒരു പാമ്പിനെ കണ്ട് പെട്ടെന്ന് ഞെട്ടി. അപ്പോൾ അവിടെ നിന്നു കേട്ടോ. കുറച്ച് നേരം അതിനെ നോക്കി അവിടെ നിന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു. അപ്പം വീട്ടിലെത്താനായിട്ടോ ഏകദേശം വീടിൻ്റെ അടുത്തെത്താനായി. ഞാനും അമ്മയും വന്നിട്ട് ഒരുമിച്ച് ചായ കുടിച്ചു കേട്ടോ. മണ്ടയും ബിസ്ക്കറ്റ് ആയിരുന്നു ചായക്ക്. ശേഷം ഞങ്ങൾ രാത്രിത്തേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ള കപ്പ ഉണ്ടാക്കണം. ഇപ്പോൾ കപ്പ നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നീട് ആ വേവിച്ച് വെച്ച കപ്പ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ അരവുണ്ടായിരുന്നു. ആ അരവിലോട്ട് നമ്മൾ ഈ ഒരു കപ്പപ്പുഴുക്ക് ഇട്ടിട്ട് നന്നാക്കി ഇളക്കി വെച്ചു കേട്ടോ. അതിനുശേഷം ഇതിനൊരു
അരവുണ്ട് ഇടാൻ. അത് അരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് എണ്ണയിൽ തേങ്ങ കൊത്തിട്ട് കുറച്ച് പച്ചമുളക്, അതേപോലെ തന്നെ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് അതിലേക്ക് ചാലിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പം അടുത്ത് കപ്പപ്പുഴുക്ക് കഴിച്ചു കേട്ടോ. ശേഷം എനിക്ക് കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. കൂട്ടത്തിൽ ഞാൻ